വയനാട് മെഡിക്കൽ കോളേജ് മടക്കിമലയിൽ തന്നെ സ്ഥാപിക്കണമെന്ന ആവശ്യം ജില്ലയിൽ ശക്തമാവുകയാണ്. ഇതിനകം തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിലെ മെഡിക്കൽ കോളേജിന്റെ പ്രതിസന്ധികളും മടക്കിമലയുടെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടി സമരം തുടരാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. പ്രഖ്യാപനങ്ങൾ വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരടി പോലും മുന്നോട്ടു പോകാതെ വയനാട് മെഡിക്കൽ കോളേജ് പ്രൊജക്ടിനെതിരെ ജനരോക്ഷം വീണ്ടും പുകയുകയാണ്. നിലവിൽ മാനന്തവാടി ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി ഉയർത്തിയെന്ന പ്രഖ്യാപനം കേവലം ഒരു ബോർഡിലും മേൽവിലാസത്തിലും മാത്രമായി ഒതുങ്ങുന്നുവെന്നാണ് പ്രധാന ആക്ഷേപം. ആവശ്യത്തിന് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോ ജീവനക്കാരോ ഇല്ലാത്തതിനാൽ അത്യാസന്ന നിലയിലുള്ള രോഗികളെ ഇപ്പോഴും ചുരമിറക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേടിലാണ് വയനാട്ടുകാർ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചന്ദ്രപ്രഭ ചാരിറ്റബിൾ ട്രസ്റ്റ് മടക്കിമലയിൽ സൗജന്യമായി നൽകിയ 50 ഏക്കർ ഭൂമി നിലവിലുണ്ട്. പദ്ധതി പ്രദേശത്തേക്ക് റോഡിനായി മാത്രം മുൻപ് 3 കോടിയിലധികം രൂപ പൊതുപണം മുടക്കുകയും ചെയ്തു. ജില്ലയുടെ ഏത് കോണിൽ നിന്നുള്ള രോഗികൾക്കും ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാനാവുന്ന കേന്ദ്രമാണിത്. മാനന്തവാടി അമ്പുകുത്തിയിലെ റിസർവ് വനം ഏറ്റെടുക്കുവാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടിട്ടും മടക്കിമലയെ അവഗണിച്ച് വീണ്ടും മാനന്തവാടിയിൽ തന്നെ പകരം ഭൂമി കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ കോർപ്പറേറ്റ് താൽപര്യങ്ങൾ ഉണ്ടെന്നാണ് സമരക്കാരുടെ സംശയം. കോടിക്കണക്കിന് വിലയുള്ള ഭൂമി നഗരഹൃദയത്തിൽ സൗജന്യമായി കിട്ടിയിട്ട് അത് വേണ്ട, ഞങ്ങൾ വില കൊടുത്ത് കൊള്ളാത്ത ഭൂമി വാങ്ങുമെന്ന് പറഞ്ഞ് തണ്ണീർത്തടം വാങ്ങാൻ പോവുക, ഫോറസ്റ്റ് ലാൻഡ് വാങ്ങാൻ പോവുക. ഇതിൻ്റെ പിന്നിൽ എന്താ ഉദ്ദേശം നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ മുന്നിൽ ഒരു ഗൂഢശക്തികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ വലിയ അഴിമതിയുടെ രഹസ്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നു. മടക്കിമലയിൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകും വരെ കടുത്ത സമരങ്ങളിലേക്ക് നീങ്ങാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, വയനാട്.